ഇന്നലെ രാത്രി ഉണ്ടായ ആ ദാരുണ സംഭവം കണ്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട ഒരാളാണ് മനീഷ. അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് മനീഷ. അവിടുന്ന് വരുമായിരുന്നോ? എങ്ങനെ കണ്ടു? വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് പോയിട്ട് ബസ്സിലാണോ വന്നത്? അല്ല, ഞാൻ എൻ്റെ പുറകിലൊരു ബസ്സിലാണ് വന്നത്. ആളാണ് നേരത്തെ വന്നത്. അപ്പോഴാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കുറച്ച്. അപ്പം അതെടുക്കാൻ റിട്ടേൺ ഞാൻ കടയിലേക്ക് പോയതായിരുന്നു. ആ റിട്ടേൺ പോകുമ്പോഴാണ് ആളിങ്ങനെ കിടക്കണ കാണണേ. അപ്പം തന്നെ നിൽക്കാനൊന്നുമില്ല. ഞാൻ തൊട്ടടുത്തുള്ള വീടിൻ്റെ അടുത്ത് നിന്നു. തിരിച്ച് ഓട്ടോക്കാരൊക്കെ വന്നപ്പോഴാണ് ഓട്ടോക്കാരോട് പറഞ്ഞാൽ അവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട്, ആന ഉപദ്രവിച്ചാന്ന് തോന്നുന്നു, അറിയില്ല എന്ന് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ചു. ഫോറസ്റ്റുകാരോടൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്താണ് വരുമ്പോൾ ആന ഉണ്ടായിരുന്നു അവിടെ. ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞു ആന ഉണ്ടായിരുന്നു, ആനനെ കണ്ടവരുണ്ട്, ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. അതാണ് മെയിൻ. ആളെ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ആ ചവിട്ടി അരച്ച് ശരിക്കും ചെയ്യാന്ന് കണ്ടപ്പോൾ പേടിയായി. അതാണ് അതിൻ്റെ ഒന്നും ചെയ്യാതിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാരോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വന്ന് ചെയ്തത്. സ്ഥിരം ഈ സമയത്താണോ ഈ വഴി പോകുന്നത്? സ്ഥിരം സമയത്തൊക്കെയാണ് പോകുന്നത്. ഞാനും അതെ, ആ സ്ഥിരം സമയത്തായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ്. ആദ്യത്തെ ഇതായിരിക്കും അല്ലേ? ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്കിത്. തീർച്ചയായിട്ടും ഞാൻ ചെന്ന് ആള് ആരാന്ന് അറിയാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് മൊത്തം ടെൻഷനായിരുന്നു. പെട്ടെന്നാണ് ഞാൻ കാണുന്നത് തന്നെ. ആ സമയത്ത് ഞാൻ പയ്യാണ് വണ്ടി ഓടിച്ച് പോയിരുന്നത്. അപ്പോഴാണ് കാണുന്നത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. ബൈക്കിലായിരുന്നു? ഇരുചക്രം വണ്ടിയിലായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴാണ് ലൈറ്റ് വട്ടത്തിലാണ് കണ്ട ആള് കിടക്കണേ. എൽദോസിനെ അവിടെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കണ്ടിരുന്നോ? ഇല്ല, ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടില്ല. ആളിങ്ങ് നടന്നു പോരുവേ. പെട്ടെന്നായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവണേ തന്നെ. ആളും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ഇതില്ല. സാധാരണ മനുഷ്യ ഈ വഴി പോകുമ്പോൾ ആന ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപദ്രവകാരികളൊന്നും ആയിരുന്നില്ല. എന്നാലും ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഇത് മനസ്സിലാവണേ. ശരിക്കും ഇപ്പോഴാണ് പേടി തോന്നിക്കുന്നത് ആനേനെ. അല്ലാത്തപ്പോഴൊന്നും പോവുകയാണെങ്കിൽ അറിയുന്ന പോലും ചെയ്യില്ലായിരുന്നു. തീർച്ചയായിട്ടും വളരെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം, അവസ്ഥ കണ്ട ഒരാളാണ്. ഒരുപക്ഷെ എൽദോസിൻ്റെ മൃതദേഹം ആദ്യം കണ്ട ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും. മനീഷാണ്. പിന്നീട് അതുകൊണ്ട് ഓട്ടോ റിക്ഷ, നേരത്തെ നമ്മൾ സംസാരിച്ച സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അറിയിക്കുന്നതും ഫോറസ്റ്റ് സ്റ്റേഷനിലടക്കം അറിയിക്കുന്നതും. എന്തായാലും ആ ഞെട്ടലിൽ തന്നെയാണ് മനീഷുള്ളത്. ക്നാശ്ശേരിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി.